ഇങ്ങനെ ഇരിക്കുന്ന 1-ാം മണി 2-ാം മണി വരെ ഇങ്ങനെ കമ്പ്യൂട്ടർ എടുത്തിങ്ങനെ ഇരിക്കുന്ന കാണാമല്ലോ. 1-ാം മണി 2-ാം മണി 3-ാം മണി ഇങ്ങനെ നമ്മള് പിന്നെയും ഉറങ്ങിയിട്ടിങ്ങനെ വരുമ്പോ ഇങ്ങനെ കള്ളത്തിൽ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ കള്ളന്റെ കണ്ണ് കാണണം. കള്ളന്റെ കാക്കയുടെ കൂട്ടുള്ള ആ ചെളഞ്ഞ നോട്ടം, അവന്റെ ആ ചെളഞ്ഞ നോട്ടം എന്നുണ്ട്. ചെളഞ്ഞ കള്ളൻ, മുതുകള്ളൻ, ബിജൂപ്പി എന്ന് പറയുന്ന മുതുകള്ളൻ. ആ വിചാരിച്ചു അവന്റെ കൂടെ കിടന്നില്ല, ഞാൻ കണ്ടവന്റെ കൂടെ ഒക്കെ കിടക്കാൻ പോകുന്ന വിചാരിച്ചുണ്ട് അവനിങ്ങനെ 1 മണി 2 മണി വരെ ഇങ്ങനെ ഇരിക്കുക. 1 മണി 2 മണി വരെ ഇങ്ങനെ അവൻ ഇരുന്ന് എന്നിട്ട് അവൻ വിടുക. അവന്റെ അപ്പന്റെ അനിയനോ കുര്യനോ അവനെ തുണി കൊടുക്കാൻ രാവിലെ വരും. ആസാമി വേറൊരു വീട്ടിലാണ് അവൻ താമസിക്കുന്ന. വേറൊരു വീട്ടിൽ ഇവിടോട്ട് വരിക വിളക്ക് കത്തിക്കാന്. ഇവിടോട്ട് വിളക്ക് കത്തിച്ചില്ല, ദൈവങ്ങൾ പറഞ്ഞ് ഓടുവന്ന്. ഇവനങ്ങോട്ട് വിളക്ക് പൊടിയനെന്ന് പറയുന്ന വിളക്ക് കത്തിച്ചില്ല, ഇവിടുത്തെ കാട്ടിക്കുന്നേരെ ദൈവങ്ങൾ പറഞ്ഞ് ഓടുപോയി. അതുകൊണ്ട് ഇങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ട് ഇങ്ങനെ വരികയായിരുന്നു. വിളക്ക് കത്തിക്കാൻ എങ്ങാണ്ട് കട്ട കേടുമ്പ് നാണവമാനം ഇല്ലാത്തവന്മാരും ഗർഭക്കഥ PhD-കാരിയാ. കൽപ്പകവല്ലി പിന്നെ അതുപോലെ കുറെ പെണ്ണുങ്ങളുണ്ട് ഇതുപോലെ. ഇങ്ങനെ മുളകാ പറ്റി യാക്കം തീർക്കാൻ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞു പോകുന്ന പോലെ പോകുക അവള്. പണ്ട് കുറെ ഇങ്ങനെ കുറെ നടത്തിയതാ ഗർഭക്കഥ. അത് നല്ല പണ്ട് കുറെ ഗർഭക്കഥ നടത്തിയതാണ്. കുറെ ഗർഭക്കഥ ഇതുപോലെ നല്ല PhD അതിനകത്തിപ്പോ അവർക്ക്. കൽപ്പകവല്ലിക്കൊക്കെ കുറെ PhD ഉണ്ട് ഇതിനകത്തൊക്കെ. കൽപ്പകവല്ലി കുറെ ഉണ്ട് PhD-ക്കാര്. മോനെക്കാട്ടി ഇളവന്റെ കൂടെ പുറത്ത് വേറൊരു PhD-ക്കാരി. മോനെക്കാട്ടി ഇളവന്റെ കൂടെ പുറത്ത്. അതിനൊന്നും കുഴപ്പമില്ല. കൂട്ടനും സൂക്കേട് നമ്മളെടുത്ത സോക്കേട് അവര് കൂട്ടന്മാർക്ക്. മോനെക്കാട്ടി ഇളവന്റെ കൂടെ പുറത്തേനും നമുക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നോടാ. പള്ളേമ്പി പപ്പു മോനെക്കാട്ടി ഇളവന്റെ കൂടെ പുറത്തേന് കുഴപ്പമില്ലായിരുന്നു. എന്റെ അടുത്ത് പിടിച്ചതിന് വരിക. നിന്റെ വല്ലവനെ പിടിച്ചോളാം ഞാൻ. നിന്റെ കൊച്ചിനെക്കാട്ടി ഇളയതൊന്നും അല്ലടാ കേട്ടാ. പിടിച്ചവൻ PhD-കാരികൾ നടക്കുക. ഇങ്ങനെ ഇൻഷുറൻസ് മോട്ടിച്ച് തിന്നുന്ന PhD-ക്കാർ. നാണോമാനം ഇല്ല. ഏത് നേരത്ത് ജനിച്ചതാടാ നീയൊക്കെ? ഏത് നേരത്താടാ ജനിച്ചത്? ഏത് ശരീരത്തിലൊക്കെ ജനിക്കുന്ന നേരത്താടാ ജനിച്ചത്? ഏതാ കെട്ട നേരം? ഇതുപോലെ കെട്ട നേരം കാണത്തില്ലടാ. കെട്ട നേരം നീയൊക്കെ ജനിച്ച സമയം നോക്കിയാൽ മതി. ഏതാ കെട്ട നേരം? അന്നേരം മനസ്സിലാവും. കെട്ട നേരം കുടുംബത്തിൽ ഇറക്കാൻ കൊള്ളാത്ത പെണ്ടിയൊക്കെ കയറിയിരിക്കുന്ന ഇറങ്ങി നടക്കുക. പണ്ടെന്റെ അച്ഛൻ പറഞ്ഞതുപോലെ. ശരിയാ എന്റെ അച്ഛൻ പറഞ്ഞത്. ഇതൊക്കെ പഠിപ്പുരയുടെ എല്ലാം താന്നു എന്നൊക്കെ പറഞ്ഞു എന്റെ അച്ഛൻ. അത് ശരിയാടാ, ശരിയാ. ഇതുപോലൊരു കെട്ട വട്ടി കുടുംബത്ത് കയറി കിടക്കുക. അവര് കെട്ട സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരു അണിയാൻ വന്നിരിക്കുക കഥയുണ്ടാക്കാൻ. അവനും എന്റെ പെണ്ണുപിള്ളയും കൂടെ PhD എടുത്തിരിക്കുക. ഗർഭക്കഥ ഉണ്ടാക്കുന്നതിനൊക്കെ PhD. അന്യ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഗർഭക്കഥ കള്ളത്തിൽ ഗർഭക്കഥ ഉണ്ടാക്കുന്നതിൽ ആ PhD. മോനെ ഇങ്ങനെ വിടുക, മോനെ ഇങ്ങനെ പാതിരാത്രിക്ക് ഇങ്ങനെ വിടുക, സൈഡിൽ കൂടെ അവന്റെ വഴി കൂടെ വിടുക. കഥയുണ്ടാക്കുക. ഓൺലൈൻ ഇരിക്കുന്ന പോലെ ഓൺലൈനിൽ കൂടെ ആണോ ഇപ്പം ഗർഭം? ഓൺലൈൻ വഴിയാണോ ഇപ്പം ഗർഭം ഉണ്ടാവുന്നത്? നേരിട്ടല്ലെന്ന് തോന്നുന്നു. ഓൺലൈൻ വഴിയാ ഗർഭം. ഓൺലൈൻ വഴി ഗർഭം ഉണ്ടാക്കാൻ നടക്കുക. കൽപ്പകവല്ലിയും പിന്നെ അതിന്റെ പേരെന്തുവാ കണിയാനും കൂടെ ഓൺലൈൻ ഗർഭം ഉണ്ടാക്കുക. ഓൺലൈൻ ഗർഭം. എന്തൊക്കെ കഥയാടാ പറയുന്നത്? എന്തൊക്കെ കഥയാ? എന്തെല്ലാം കഥകളാ. ഈ അടുക്കള പിന്നെ വേറെ എവിടെയോ ആണ്. വേറെ ഏതാണ്ട് ഉഗാണ്ടയിലെ സഹദേവമന്ദിരത്തിലെ അടുക്കളയല്ല കഥയാ. കഥകളാ. സഹദേവമന്ദിരത്തിലെ അടുക്കളയല്ല. ഇത് വേറെ എവിടത്തെയോ അടുക്കളയാ. എന്തെല്ലാം കഥകളും ഡ്രാമയോ. ഡ്രാമയ്ക്കകത്ത് ഭയങ്കര ഡ്രാമ. കുളിമുറിക്കകത്തോട്ട് പോയാൽ നമ്മൾ അറിയാൻ പോയത് എങ്ങാണ്ടോട്ട് എങ്ങോട്ടാണ് വീട്ടിൽ ഉഗാണ്ടയിലൊക്കെ വരുന്നത്. അത് പാതാളത്തിലോട്ടാണ് നമ്മളെ പോയത്. അല്ല, കുളിമുറിക്കകത്തോട്ട് കയറി ഇരിക്കുമ്പോൾ പാതാളത്തിലോട്ട് പോകുന്നതാണോ? ഇങ്ങോട്ട് പോകുന്നതാണോ കുളിമുറിക്കകത്തോട്ട് പോയാൽ? കുളിമുറിക്കകത്ത് ലക്കൂട്ടി പോകുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണോ? പാതാളത്തിലോട്ടോ? അങ്ങനെ എവിടോട്ടാണ് പോകുന്നത്? പറയാൻ പാടി കഥ ഞാൻ പറഞ്ഞുതരാം. നിന്റെയൊക്കെ കഥ പിന്നെ കഥകളാ ഇങ്ങനെ ഇരിക്കുക. നാണന്മാരോ ഇല്ലാത്ത കഥയുണ്ടാക്കി PhD-കാരികൾ. ഇതിനകത്തൊക്കെയാ PhD. ഗർഭം ഉണ്ടാക്കുന്ന ആണുങ്ങളെ പിടിക്കുന്ന കഥയ്ക്കകത്തൊക്കെ PhD ഉള്ളവരെ കാണുമെങ്കിൽ ഈ ഓലകെട്ടിയിലോട്ട് വന്നാൽ മതി. സദാനന്ദ മന്ദിരത്തിലും പോച്ചയിലെ
സുബ്രഹ്മണ്യനും കൽപ്പകവല്ലി പിന്നെ കുറെ 323 നമ്പർ SNDP കുറെ ആൾക്കാരും വന്നാണ് PhD ഗർഭക്കഥ പിന്നെ ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ എങ്ങനെയാ മോട്ടിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ ഇതിനകത്ത് PhD എടുത്തവർ ഇവിടെ ഉണ്ട്, ഇവിടെ വന്നാൽ മതി, അന്നേരം പറഞ്ഞു തരുന്നത്. PhD എടുപ്പിച്ചു വരും. PhDയുടെ സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കി തരും. ലെസൺസ് ഗർഭക്കഥ എങ്ങനെ ഉണ്ടാക്കുന്നത്, കണ്ടവന്റെ കൂടെ പോയെന്നുള്ള കഥ എങ്ങനെ ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെ ഉള്ളത് നല്ലപോലെ PhD സബ്ജക്ട്സ് നിങ്ങൾക്ക് ലെസൺസ് ഓരോന്നോരോന്ന് എടുത്തു തരും. വരണം കേട്ടോ, ആവശ്യമുള്ളവർ ഇങ്ങോട്ട് പോന്നാൽ മതി. ഓലരട്ടിയുടെ 323 നമ്പർ SNDP കുറെ വീട്ടുകാരുണ്ട്. അവന്മാരോട് ചോദിച്ചാലും PhD ഇതിനകത്ത് PhD കൊടുക്കുന്ന കഥ ഗർഭക്കഥ ഓൺലൈൻ വഴിയാ ഗർഭം. ഓൺലൈൻ വഴിയാ ഗർഭം ഉണ്ടാവും. ഇപ്പം ഓൺലൈൻ ഗർഭം എല്ലാവർക്കും. ഇപ്പൊ ഓൺലൈൻ ഗർഭം IVF പോയി ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, പിന്നെ ക്യാമറ ഓഫ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, പിന്നെ ഇവിടെ അല്ലാതെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് എങ്ങനെയൊക്കെയാണ്, വേറുള്ള വീടുകളിൽ ഇരുന്ന് അഭിനയിക്കുന്നത്, വേറെ റൂം ഇവിടുത്തെ റൂം ആയിട്ട് അഭിനയിക്കുന്നത് എങ്ങനെ, ഇടൻ ക്യാമറകൾ എങ്ങനെയാണ്, എല്ലാം എടുത്തു തരും. കുറെ PhD-കാരുണ്ട് ഇവിടെ, കുറെ PhD-കാര്. PhD-കാര് കുറെ ഉണ്ട്. ഗർഭക്കഥയൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് PhD എടുത്തിരിക്കുക. ലെസൺസ് വേണ്ടവർ പോന്നാൽ മതി. സദാനന്ദ മന്ദിരത്തിലെ കുറെ പേര്, പിന്നെ പോറ്റയിൽ കൽപ്പകവല്ലി അവിടെ ഭർത്താവ്, പിന്നെ കുറെ 300 ഇതിനകത്ത് PhD വേണ്ടവർ പോന്നാൽ മതി. കുടി എങ്ങനെ പൊഴിക്കണം, വെള്ളത്തിനകത്ത് എങ്ങനെ കലക്കണം, ആളെ എങ്ങനെ പറഞ്ഞു വേണം, വെള്ളത്തിനകത്ത് കലക്കുന്ന പരിപാടികൾ, അങ്ങനെ പല പല പരിപാടികളാ. കുടി പൊഴിക്കുന്നത് എങ്ങനെ, കുരു വരുത്തുന്നത് എങ്ങനെ, വലിയ മുഖത്തിങ്ങനെ കുഴി വരുത്തുന്നത് എങ്ങനെ, കുഴി വരുത്തുന്നത് എങ്ങനെ, എല്ലാം ഉണ്ട് നമ്മളുമാരുടെ കയ്യിൽ. PhD എടുത്തിരിക്കുക. ഫംഗസും ബാക്ടീരിയയും വൈറസും എല്ലാമായിട്ട് നടക്കുക ഇവിടുമാര്.